ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഒരുപാട് ദിവസമായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചുള്ളൊരു വീഡിയോ ആയിട്ട് വന്നതാട്ടോ. കുറേ ആയിട്ട് ഇങ്ങനെ നമ്മൾ ഉണക്കമുന്തിരി ഒന്ന് ഉണ്ടാക്കി നോക്കണമെന്ന് വിചാരിക്കണം. അപ്പോൾ പച്ചമുന്തിരി ഇപ്പോഴാട്ടോ കൈ കിട്ടിയത്. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് നമുക്ക് നോമ്പും പെരുന്നാളും നമ്മളെ വിഷു ഒക്കെ ആയി വന്നല്ലോ അല്ലേ. എല്ലാത്തിനും നമ്മൾ ബിരിയാണി, നെയ്ച്ചോറ്, പായസം എല്ലാത്തിനും ആവശ്യമായിട്ട് വരുമല്ലോ ഉണക്കമുന്തിരി. അപ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ മുന്തിരിയൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ പോവാണ്. അല്ലിന്നൊക്കെ വേർപ്പെടുത്തിയത് നമുക്ക് ഈ ഒരു പാത്രത്തിൽ നിറച്ച് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്ലീനിങ് കഴിഞ്ഞിട്ടില്ല, നമ്മൾ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് മുന്തിരി പാകത്തിന് മുങ്ങി കിടക്കുന്ന വിധം വെള്ളത്തിലിട്ട് വെച്ചിട്ട് നമ്മൾ ലേശം ഉപ്പിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് ഏത് പച്ചക്കറിയും ഇനിയിപ്പോൾ ഫ്രൂട്ട്സോ എന്ത് കിട്ടിയാലും ഉപ്പോ മഞ്ഞളോ ഇട്ട് വെക്കുന്നത് നല്ലതാട്ടോ. ക്ലീനായി കിട്ടും. നമ്മൾ മുന്തിരി പാകത്തിന് മുങ്ങി കിടക്കാൻ പാകത്തിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് തിളച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച മുന്തിരി എടുത്ത് തട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് അത് ഇളക്കി സെറ്റാക്കി വെച്ചതിന് ശേഷം അതിൻ്റെ കളറൊന്ന് മാറി വരുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ മുന്തിരി ഓവർ കുക്കായി പോവാതെ ശ്രദ്ധിക്കണേ. ജസ്റ്റ് ഒന്ന് ആ ഗ്രീൻ കളറൊന്ന് മാറി യെല്ലോ ഷെയ്ഡിലേക്ക് ആവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. മാറിക്കഴിഞ്ഞാൽ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്ന കേട്ടോ. മാറ്റുമ്പോൾ തരിപ്പയിലേക്ക് മാറ്റാൻ നോക്കേ. അപ്പോൾ മാറ്റി കഴിഞ്ഞാൽ ആ വെള്ളമൊക്കെ ഉറന്നു പോകുമ്പോൾ അത് ഓവർ കുക്ക് ആവാതെ നോക്കാം. വേറൊരു പാത്രത്തിലേക്ക് തണുത്ത വെള്ളത്തിലേക്ക് ഒന്നും ഇടേണ്ട ആവശ്യമില്ല. നമ്മൾ അരിപ്പയിലേക്ക് തന്നെ മാറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ മുന്തിരിയൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നിറം മാറി വന്നതിന് ശേഷം അരിപ്പയിലേക്ക് മാറ്റിയാണ് ഇന്ന് നന്നായിട്ട് കുടഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ താഴെ കിടക്കണം മുന്തിരി ജാമായിട്ട് ഓവർ കുക്കായി പോകും. അപ്പോൾ നമ്മൾ വിശാലമായ പാർപ്പിടത്തിൻ്റെ മുകളിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്കത് ഉണക്കിയെടുക്കണ്ടേ. ഇന്നത്തെ വെയിലുണ്ട്, നമ്മൾ തന്നെ കരിഞ്ഞു പോകും. പിന്നെ മുന്തിരിയുടെ കഥ പറയേണ്ട കാര്യമില്ല. അപ്പോൾ മുന്തിരിയൊക്കെ ഇട്ട് കൊടുത്ത് ഞാൻ നന്നായിട്ട് പരത്തി സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ. നമ്മളൊരു 2 ദിവസം മുന്തിരി ഇട്ടിട്ടുണ്ട് കേട്ടോ. 2-3 ദിവസം ഇട്ടിട്ടുണ്ട്. എന്താ വെച്ചാൽ നന്നായിട്ടൊന്ന് ചുക്കിക്കോട്ടെ എന്ന് വെച്ചിട്ട് 2-3 ദിവസം തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ വീട്ടിൽ എന്തായാലും ചെയ്ത് നോക്കണം കേട്ടോ. മുന്തിരിയൊക്കെ കൈ കിട്ടുന്നുണ്ടെങ്കിൽ എന്തിനാ വെറുതെ കടയിൽ പോയി മേടിക്കണേ. നല്ല ഫ്രഷ് സാധനം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിക്കൂടെ. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.